ഇന്ന് സാരി പുരാണാന്ന് മക്കളെ എങ്ങനെയുണ്ട് പറഞ്ഞിട്ട് ഇതിന് ഈ ബ്ലൗസ് ആണെന്ന് ചേരുക ഈ ബ്ലൗസ് ആണെന്ന് ചേരുക എന്ന് പറഞ്ഞിട്ട് ഇത് വിത്ത് ബ്ലൗസ് ആണ് കേട്ടാ. ഇത് കോൺട്രാസ്റ്റിന്റെ ബ്ലൗസ് ആണ്. ഇത് പണ്ടേ അടിച്ചു വെച്ചത് നോക്കുമ്പോൾ എനിക്ക് ഇതാ മേച്ചായി തോന്നുന്നു. ഇപ്പൊ ഇതല്ലേ ഫാഷൻ ഒന്ന് പറയണം കേട്ടാ. പിന്നെ ഇതെന്റെ മോൻ കൊടുത്തുന്ന സാരിയാണ്. ഇന്നലെ കൊടുത്തു തന്നെയാണ് കേട്ടാ. എങ്ങനെയുണ്ട് രസമുണ്ടാ. പിന്നെ എന്റെ സാരിയുടെ ഭംഗി നോക്കുന്നതിന് മുന്നേ നിർബന്ധമായിട്ട് ലൈക്ക് ചെയ്യണം, വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. നിങ്ങൾ പൊന്നല്ലേ ഗീതച്ചി. എന്നാൽ പിന്നെ നമുക്ക് സാരിയിലേക്ക് കിടക്കത്ത. കണ്ടില്ലേ എങ്ങനെയുണ്ട് സാരി. ഇതാണ് ഇതിൻ്റെ പിന്നെ മുന്താണി കേട്ടാ. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് കേട്ടാ. ഒന്നുമില്ലെങ്കിലും ഞാൻ വിചാരിക്കാണ്ടോ മേടിച്ചുകൊണ്ട് തന്നെയല്ലേ. എനിക്കുള്ളതെല്ലാം പച്ചയാണ്. എല്ലാം പച്ചയാണ്. പച്ചയും മെറൂണുമാണ് എൻ്റെ ഫേവറേറ്റ് കളർ. ഞാൻ എവിടെ പോയാൽ ഈ രണ്ട് കളർ മുന്നേ എടുത്തിടുമ്പോൾ തന്നെ പച്ചയാണെങ്കിൽ പിന്നെ ഞാൻ വേറെ നോക്കൂല. അതുപോലെ മെറൂണും ഈടെ എത്തിയിട്ട് പപ്പാണ്ട് തന്നെ എപ്പം ചീത്ത പറയുള്ളത് എനിക്ക് പച്ചയും മെറൂണും അല്ലാണ്ട് ഒരു കളറില്ലേ പറഞ്ഞിട്ട്. എന്നാന്നറിയില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പച്ച മേണിക്കൂലാൻ ശബ്ദം ചെയ്തെടുക്കുന്നതാണ് മോൻ ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ മനസ്സറിഞ്ഞിട്ട് കൊണ്ടുവന്നില്ലേ. ഇതിൻ്റെ വിലയൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. വിലയെല്ലാം കുറച്ചുണ്ട്. പക്ഷെ ആ പൈസക്ക് എനിക്ക് ആ പൈസ തന്നിട്ട് അമ്മ പോയിട്ട് സാരി മേടിച്ചത് ഞാനൊന്ന് ചെയ്യില്ല. ഞാനൊരു 750 800 മാക്സിമം 1000 ഒരു പിന്നെ സാരി മണിക്ക് ഒരു പപ്പാട്ടിൻ്റെ ഷർട്ട് മേടിച്ചിട്ട് ബാക്കി പൈസ പപ്പാട്ടിന് കൊണ്ട് കൊടുക്കും. ഇതാണ് കേട്ടോ എൻ്റെ സ്ഥിരം അതിന് ഇവരെന്നെ ചീത്തയും വരും. അമ്മക്ക് എന്താ നല്ലത് എടുത്തുകൂടെ വയ്ക്കും. കുഞ്ഞുങ്ങളെല്ലാം എന്തോ എനിക്ക് അങ്ങനെയാണ്. എപ്പോൾ ഞാനും ഒരു സാരി എടുക്കുന്നെങ്കിൽ പപ്പാട്ടിനൊരു ഷർട്ട് എടുക്കും. നമുക്ക് അങ്ങനെയല്ലേ അല്ലേ. അവരും അങ്ങനെ ഒന്നും എടുക്കുന്നൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ മോൻ കൊണ്ടു തന്നോണ്ട് ഇപ്പം എനിക്കൊന്നും പറയാൻ കഴിയില്ല. എങ്ങനെയുണ്ട് രസമുണ്ട്. ഇനി ഏത് ബ്ലൗസാന്ന് ചേരുന്നത് നിങ്ങൾ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇനിയും നല്ലതായാലും മോശമായാലും ഇതേ ഞാൻ ഉടുക്കൂല കേട്ടോ. ഇതേ ഉടുക്കൂലു. കാരണം നമ്മളെ കോട്ടത്തിൽ തെയ്യം വരുന്നുണ്ട്, പിന്നെ 1-2 കല്യാണം വരുന്നുണ്ട്. എല്ലാ കല്യാണത്തിനും ഗീതച്ച് ഇത് ഞാൻ ഉടുക്കുക. ഞാനുണ്ടല്ലോ അങ്ങനെ എനിക്ക് തുണിപ്പിരാന്തൊന്നുമില്ല കേട്ടോ. ഏത് കല്യാണത്തിനായാലും ഇനി പിന്നെ അടുത്ത ബന്ധുക്കളെ കല്യാണത്തിന് ഞാൻ പണ്ട് 64 സാരിയിൽ ഉടുത്തിട്ടാണ് പോവുക. ഇപ്പം ഇഷ്ടംപോലെ കോൺട്രാസ്റ്റിൻ്റെ ബ്ലൗസ് അല്ലെങ്കിൽ ഡിസൈനർ ബ്ലൗസ് എല്ലാം വരുമ്പോൾ നമുക്ക് ഈ ബ്ലൗസ് മാറി മാറി ഇട്ടാൽ ഇപ്പം ഏത് സാരിയാണെന്ന് ആർക്കും അറിയില്ല. അത് മാത്രമല്ല മാറിയിട്ട് പിന്നെ ഫാഷനാണ് സാരിയിലല്ലോ. നമുക്കതിന് മാത്രം മേടിക്കാൻ കഴിയുക അല്ലേ. പിന്നെ ചുരിദാറിൽ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം മതി സാരി അല്ലേ. പിന്നെ കുറച്ച് ആൾക്കാർ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞേട്ടാ. പിന്നെ ഈ വീഡിയോ 2-3 മിനിറ്റിനുള്ളിൽ വീഡിയോയിൽ ഹായ് പറയാൻ വിഷ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി പറയാൻ കഴിയായിട്ട് അതൊന്നും വിചാരിക്കല്ലേ. പ്രസീന, റിയ സുരേഷ്, റിയ എന്നോട് മിണ്ടൂല പറഞ്ഞു നിൽക്കുന്നുണ്ട്. വിജയ അജിയൻ, പിന്നെ ആരാന്ന് ശോഭ സന്തോഷം. ശോഭ എൻ്റെ സ്ഥിരം എൻ്റെ അനിയത്തിനെ പോലെ കേട്ടോ. വത്സല പയ്യന്നൂര്. ബാക്കി പേരെല്ലാം ഗീതച്ച് പിന്നെ പറയട്ടോ. ഗീതച്ചിയോട് ഭയങ്കരമായി ഇഷ്ടമില്ലാണ്ടാന്ന് നിങ്ങൾ പറയുന്നതെല്ലാം ഗീതച്ചിക്കാരാ. പക്ഷേ സമയപരിധിയിൽ അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഗീതച്ചിൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു അടിപൊളി സർപ്രൈസ് ഉണ്ട്. ഗീതച്ച് സർപ്രൈസ് പറഞ്ഞാൽ ഒരു ഗീതച്ചിൻ്റെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടായ സർപ്രൈസ്. അതും ഞാൻ പറയാം, ഇപ്പം പറയില്ല. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ബൈ.